തൃത്താലയിൽ വർഷങ്ങൾക്ക് ശേഷം ഇന്നൊരു കോൺഗ്രസ് നേതൃയോഗം ചേർന്നെങ്കിൽ ഇപ്പോൾ എന്ത് വേണം? ഒറ്റ യോഗത്തിൽ തൃത്താലയിലെ പ്രധാനപ്പെട്ട വാഴയുടെ കൂമ്പൊടിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എവിടെയും പിൻവാതിൽ നിയമനവും അയോഗ്യരായിട്ടുള്ളവരെയും ഒപ്പം പെട്ടിപ്പിടിപ്പുകാരെയെല്ലാം തിരികെ കയറ്റലാണല്ലോ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം. ആ നിലയ്ക്ക് തൃത്താലയിൽ നിന്നുള്ള സ്വന്തം എർത്തിനെ അഥവാ സ്വന്തം അടിമയെ DCCയിലേക്ക് മെയിൻ വാഴ തിരികെ കയറ്റി. എന്നിട്ട് യോഗം ചേർന്നിട്ട് ആജ്ഞാപിക്കുകയാണ്, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഒരു DCC ഭാരവാഹിയെ കൊണ്ടുവന്നു, അങ്ങോട്ട് അംഗീകരിച്ചോളണം. കാലം മാറിയത് അറിഞ്ഞില്ല. ഇത് പറഞ്ഞത് മാത്രമേ വാഴയ്ക്ക് ഓർമ്മയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്ന് തന്നെയാണ് പിന്നെ ചടങ്ങുകൾ പൂർത്തീകരിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഊന്നുകൊടുത്ത് നിർത്തിയിരുന്ന വാഴയെ ഒടുവിൽ സ്ട്രക്ചറിലാണ് അവിടെ നിന്ന് കൊണ്ടുപോയെന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. കാര്യം മടൽ കൊണ്ടാണാ, കൈകൊണ്ടാണാ, കാലുകൊണ്ടാണാ, കസേര കൊണ്ടാണാ എന്നൊന്നും അറിയാൻ വയ്യ. പ്രഖ്യാപനം നടത്തിയ ഉടനെ ആദ്യ കസേര വാഴയുടെ മർമ്മത്തിൽ കൊണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് മഷിക്കുപ്പിയൊക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതേ ഉള്ളൂ. അതിനു മുന്നോടിയായിട്ട് പാർട്ടി യോഗങ്ങൾ ചേരുകയാണ്, അതും ഓരോ ബ്ലോക്ക് തലത്തിൽ. അവിടെയെല്ലാം തല്ലുമാല സിനിമയാണ്. അതായത് KPCC ഭാരവാഹികൾക്കെല്ലാം പൊങ്കാല എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, കണ്ണി കണ്ട കോൺഗ്രസ്സുകാരെല്ലാം പറ്റിക്കാൻ വേണ്ടി നടക്കുന്നൊരവസ്ഥയാണ്. കോൺഗ്രസിൻ്റെ KPCC ഭാരവാഹികൾക്ക് സ്വന്തം ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ ചെന്ന് കയറിയ വാങ്ങി കൂട്ടാനേ സമയമുള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്ത് സംഘടനാ പ്രവർത്തനം? കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവന് ഒരു നിയമനം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഒരു പദവിയും ഉണ്ടാകില്ല. പെട്ടിയെടുപ്പ്, നേതാക്കന്മാർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുപ്പ്, കാറിൽ കൊണ്ടു നടന്ന് കറക്കം, ഇങ്ങനെയുള്ളവർക്ക് മാത്രം പ്രത്യേക പോസ്റ്റിംഗ് കിട്ടുന്ന ഒരു പ്രതിഭാസം കോൺഗ്രസിനകത്തുണ്ട് എന്നറിയാൻ കഴിയുകയാണ്. തൃത്താലയിലുള്ള പുതിയ DCCക്കാരനും പ്രധാന വാഴയ്ക്ക് വേണ്ടി കാറ്, ഊണ്, ബിരിയാണി തുടങ്ങി പലതരത്തിലുള്ള സേവനങ്ങൾ അദ്ദേഹത്തിന് സൗജന്യമായി എത്തിച്ചു കൊടുത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് കൂറ് പുലർത്തേണ്ടി വരും. അതുകൊണ്ട് അവിടെ അർഹതപ്പെട്ട പലരെയും വെട്ടി വെയിലത്ത് വെച്ചതിന് ശേഷം KPCC രാജാവ് ആ തീരുമാനമെടുത്ത് അങ്ങ് പ്രഖ്യാപിച്ചു. പിന്നീട് ഓർമ്മയെന്ന് പറഞ്ഞാൽ, നേരത്തെ കോട്ടയത്ത് പോയി ഒരു നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് ബിരിയാണി കഴിച്ച അവസ്ഥയിലെ ഫോട്ടോ പുറത്തു വന്നതുപോലെയുള്ള ചില ഫോട്ടോകളാണിപ്പോൾ പ്രചരിക്കുന്നത്. പക്ഷേ അന്ന് കുഴിമന്തി കഴിക്കുന്നതെങ്കിൽ ഇന്നിപ്പോൾ കുഴിമന്തിയുടെ അവസ്ഥയെ തന്നെ ആക്കി എന്നാണ് ഇപ്പോൾ തൃത്താലയിലുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും കഷ്ടമായിപ്പോയി. നാട്ടിലുള്ളവർക്ക് മുഴുവൻ സദാചാര ക്ലാസും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നതിന് ശേഷം സ്വന്തം ബൂത്ത് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ സ്വന്തം ബ്ലോക്ക് കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുത്തിട്ട് ചെന്ന് കയറിക്കൊടുത്ത വാഴയ്ക്ക് പ്രത്യേക പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ക്ലാസ്സാണ് സ്വന്തം ബ്ലോക്ക് കമ്മിറ്റിയിലുള്ളവർ നൽകിയതെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നു.